Hello, good evening once again. Welcome to the debate. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ രണ്ട് അന്വേഷണങ്ങളായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ ഒന്ന് CBIയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം, മറ്റൊന്ന് ജസ്റ്റിസ് A. ഹരിപ്രസാദ് ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ അന്വേഷണം. മുൻ വൈസ് ചാൻസലർക്ക് വീഴ്ച സംഭവിച്ചതായാണ് ഗവർണർ നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ട്. സംഭവത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. SFIയുടെ പേരോ പ്രചരിച്ചതുപോലെയുള്ള ആരോപണങ്ങളോ കണ്ടെത്തലിലില്ല. SFI പറയുന്നു തങ്ങളെ കുറ്റവിമുക്തരാക്കിയ റിപ്പോർട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ. നമുക്കൊപ്പം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഉണ്ട്. PMR ഷോ SFI സംസ്ഥാന സെക്രട്ടറി, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്, റിട്ടയർഡ് SP സുഭാഷ് ബാബു എന്നിവരാണ്. ആദ്യം ജയപ്രകാശിലേക്ക്, സിദ്ധാർത്ഥന്റെ പിതാവിലേക്കാണ്. ശ്രീ ജയപ്രകാശ്, നമസ്കാരം. CBI അന്വേഷണ റിപ്പോർട്ട്, കുറ്റപത്രവും ഹരിപ്രസാദിൻ്റെ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലും ഇതൊരു കൊലപാതകമാണ് എന്ന സൂചനകളില്ല, ഇതൊരു ആത്മഹത്യയാണ്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഗൗരവം കുറയ്ക്കാൻ സർവകലാശാലയിലെ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി സംഘടന പുറത്തുനിന്നുള്ള ഒരു സഹായത്തോടു കൂടി ശ്രമിച്ചു എന്ന് മാത്രമാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ SFI സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഉത്തരവാദികളാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ഈ രണ്ട് റിപ്പോർട്ടുകളിലുമില്ല. ജയപ്രകാശ്, എന്താണ് അങ്ങയുടെ പ്രതികരണം? അതെ, രണ്ട് റിപ്പോർട്ടും നമ്മൾ നമ്മൾ കണ്ടായിരുന്നല്ലോ. രണ്ട് റിപ്പോർട്ടും CBIയുടെ പ്രാഥമിക കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അന്വേഷണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് ഇതിൻ്റെ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഒരു പാർട്ടിയാണ് വിദ്യാർത്ഥി സംഘടന. ഏത് വിദ്യാർത്ഥി സംഘടനയാണ് അവിടെ ഉള്ളത്? അവിടെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് അത് കമ്മീഷൻ അത് പേര് ചേർക്കാത്തത്, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യാത്തത്, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയെ ആ കോളേജ് തുടങ്ങിയത് മുതലും അവിടെ ഉള്ളൂ. SFI എന്ന് പറയുന്ന ഒരു സംഘടന വളരെ ബ്രൂട്ടലായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘടന മാത്രമേ അവിടെ ഉള്ളൂ. അവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞത്, ഈ ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മളെ കുടുംബവും നാട്ടുകാരുടെ കാര്യം പോട്ടെ, നമ്മളെ കുടുംബം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തെളിവ് വരെ കൊടുത്തിട്ടുണ്ട്. 18-ാം തീയതി സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നത്, ഫെബ്രുവരി 18. ഫെബ്രുവരി 20-നാണ് സിദ്ധാർത്ഥൻ്റെ ഇവിടുത്തെ ഭൗതിക ശരീരം, ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞത്. 21-ാം തീയതി ഞങ്ങൾ പറഞ്ഞു ഇതിലാരൊക്കെ ഉണ്ട്, ഇതാരൊക്കെ ചെയ്തിട്ടുള്ളത്, എത്ര കുറ്റവാളികളുണ്ട്, ഏത് സംഘടനയാണ് ഇത്, കറക്റ്റാக നമ്മൾ മൊഴി വരെ കൊടുത്തിട്ടുണ്ട്. 25-ാം തീയതി അവിടുത്തെ DYSP വന്നിട്ട് ഇവിടെ നമ്മളെ വീട്ടിൽ വന്നു. ആ DYSPക്ക് നമ്മൾ കൽപ്പറ്റ DYSPക്ക് നമ്മളുടെ വീട്ടുകാർ, കുടുംബം അടക്കം അവിടെ ആരൊക്കെ ചെയ്തു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എവിടെ വെച്ചൊക്കെ ചെയ്തു, എവിടെ വെച്ചൊക്കെ ഉപദ്രവിച്ചു, വളരെ വ്യക്തമായി ഞങ്ങൾ കൊടുത്തു. പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് വൈത്തിരി പോലീസ് അവിടെ അന്വേഷിച്ചല്ലോ. വൈത്തിരി പോലീസിന് നമ്മളൊരു കേസ് കൊടുത്തായിരുന്നല്ലോ, ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. വൈത്തിരി പോലീസ് അവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ADGPക്ക്, ബഹുമാനപ്പെട്ട ADGPക്ക് നമ്മൾ ഇത് കൊടുത്തത്, പരാതി. ആ പരാതി കൊടുത്തതനുസരിച്ച് കൊടുത്ത നമ്മുടെ മൊഴിയിൽ നോക്കൂ, അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. SFI എന്നുള്ളത് അവരെ ഭാരവാഹികളാണ് ചെയ്തേക്കുന്നത്, അവർ പ്രവർത്തകരല്ല. ആദ്യം നോക്കണം, വെറും പ്രവർത്തകരല്ല, ഭാരവാഹികൾ. അമൽ ഇസാൻ, അരുൺ ആരാണ് അവിടുത്തെ പ്രസിഡൻറ്റാണ്, SFIയുടെ യൂണിറ്റ് പ്രസിഡൻറ്റാണ്. അമൽ ഇസാൻ അവരാരാ, സെക്രട്ടറിയാണ്. ഇനിയുണ്ട് അവിടുത്തെ ഭാരവാഹികൾ, 4 ഭാരവാഹികളാണ് അവിടെ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. അരുണിൻ്റെ റൂം ഞാൻ പോയി കണ്ടതാണ്, ഇടിമുറി ഞാൻ പോയി കണ്ടതാണ്, 21 റൂം. ഞാൻ അതിനു മുമ്പേ പത്രത്തിലും ന്യൂസിലും എല്ലാം ഞാൻ കണ്ടു. അവിടെ ഒരു ഇടിമുറി കാര്യം ഉണ്ട്, അവിടെ ഉണ്ടെന്നുള്ളത്. ഞാനത് നോക്കട്ടെ, ഒന്ന് കാണണമല്ലോ. അവിടെ പോയി കണ്ടതാ. ഇത്ര വൃത്തികെട്ട ഒരു രീതിയിലുള്ള ആ ഹോസ്റ്റൽ റൂമിലും അവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന അശ്ലീല ചുവയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളും അതിനോടൊപ്പം ഉള്ള അശ്ലീല വാക്യങ്ങളും, അത് 2018, 2019 മുതൽ അവിടെ ഉള്ള ഈ മുദ്രാവാക്യങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. 2019 അവിടുത്തെ SFIയുടെ ഈ സമ്മേളനം നടക്കുന്നു, എല്ലാവരും പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് വരെയുള്ള പല ക്യാമ്പസുകളിലും SFIയുടെ മാത്രം നേതൃത്വത്തിലുള്ള യൂണിയനുകൾ ഉണ്ടാവാം, ആ വിദ്യാർത്ഥികളുടെ പല പ്രവൃത്തികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ഗവർണർ തന്നെ നിയമിച്ച ഒരു കമ്മീഷൻ, ഹരിപ്രസാദ് കമ്മീഷൻ, പറയുന്ന വാചകം ഇതാണ്: Therefore, the commission does not find that political activity in the campus is the main reason for the unfortunate incident. ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവൃത്തിയല്ല സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ
കമ്മീഷൻ കണ്ടെത്തുന്നത് ഗവർണർ നിയമിച്ചിരിക്കുന്ന ഹരിപ്രസാദ് കമ്മീഷനാണ്. സോ ദ കമ്മീഷൻ ഡസ് നോട്ട് ഫൈൻഡ് ഫ്രം ദ മെറ്റീരിയൽ പ്ലേസ്ഡ് ബൈ എനി റീസൺ ടു കണക്ട് ദ ഇൻസിഡന്റ് ഓഫ് ക്രൂവൽറ്റി മെറ്റഡ് ഔട്ട് ടു സിദ്ധാർത്ഥൻ ടു സ്റ്റുഡൻറ് പോളിറ്റിക്സ്. വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി അതിന് നേരിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ഗവർണർ നിയോഗിച്ചിരിക്കുന്ന ഹരിപ്രസാദ് കമ്മീഷനാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്നാണ് അത് വളരെ കറക്റ്റാ. അതെ, അത് വളരെ കറക്റ്റാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. അത് അവിടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല അവിടെ നടന്നിരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അവിടെ നടന്നിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവിടെ വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേണമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടല്ല. SFI എന്ന ഒരു സംഘടന സിദ്ധാർത്ഥന എന്ന ഒരു വ്യക്തിയെ ഒതുക്കാൻ നോക്കി, അതിൽ വരുതിയിലാക്കാൻ നോക്കി. അത് നടന്നില്ല. അത് നടക്കണമെങ്കിൽ സിദ്ധാർത്ഥനെ പോലെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി അവിടെ വളർന്നു വരികയാണെങ്കിൽ അവിടെ ചിലപ്പം അവിടെ ഇവർ വിചാരിക്കും പോലെ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അത്രയ്ക്ക് ടാലൻ്റായിരുന്നു എല്ലാവർക്കും അറിയാം. ആ സിദ്ധാർത്ഥൻ്റെ അവിടുത്തെ ഹോൾഡ് എന്തായിരിക്കും, അവിടുത്തെ പവർ എന്തായിരുന്നു എല്ലാവർക്കും അറിയാം. ഓർഗനൈസിങ് പവർ എന്തായിരുന്നു, അവർ ഈ പറയും പോലെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുള്ള പവർ അല്ല അതിനുള്ളത്. ആ രീതിയിലല്ല പ്രവർത്തിച്ചത്. അവനടുത്ത യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഫോട്ടോഗ്രാഫർ, എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള പവർ അവനുള്ള പവർ ഉണ്ടായിരുന്നു. ശരി ജയപ്രകാശ്, ഈ പ്രാഥമികമായി അന്വേഷണ കമ്മീഷൻ കുറ്റവാളികളായി കണ്ടെത്തുന്നത്, കുറ്റം ചാർത്തുന്നത് VCA ആണ്, ഒപ്പം തന്നെ ഈ അസിസ്റ്റന്റ് വാർഡനെയാണ്. ഇവരൊന്നും അവരുടെ ചുമതലകൾ നിറവേറ്റിയില്ല എന്ന് കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. എന്നാൽ അതേസമയം അങ്ങ് ആരോപിച്ചതുപോലെ, നമ്മൾ പലതവണ ചർച്ച ചെയ്തതുപോലെ, ഇത് ഏതെങ്കിലും തരത്തിൽ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു കൂട്ടം ചേർന്നുള്ള ആസൂത്രിതമായ ഗൂഢാലോചന എന്നോ SFI എന്ന പേരുപോലുമോ ഈ ഹരിപ്രസാദ് കമ്മീഷനോ CBIയുടെ പ്രാഥമിക കുറ്റപത്രമോ പറയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് അങ്ങയുടെ നിഗമനം? അത് എന്തുകൊണ്ടാണ് പറയാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എന്തുകൊണ്ട് പറയാത്തത്. കാര്യം അവിടെ SFI എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമേ ഉള്ളൂ. ആ ഒരു ബ്രൂട്ടൽ സംഘടന മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ഒരു SFI KSU ഉണ്ടായിരുന്നുവെങ്കിലോ, അവർ ABVP ഉണ്ടായിരുന്നെങ്കിലോ, അവർ 3 പേരായിട്ടുള്ള അവർക്ക് 1-2 സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പറയുമായിരുന്നു, അവർ SFI എന്നുള്ള പേര് എടുത്ത് പറയുമായിരുന്നു. ഈ SFI എന്നുള്ള പേര് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ രീതിയിലല്ല അവിടെ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പക്ഷേ ഈ കൊലപാതകത്തിൽ പെട്ടിട്ടുള്ള എല്ലാ 19 പ്രതികളും SFIയുടെ ആൾക്കാരാണ്, SFIയുടെ പ്രവർത്തകരാണ്, ഭാരവാഹികളാണ്. അതാ ഞാൻ പറഞ്ഞത്. അല്ല SFI എന്ന് പറഞ്ഞൊരു സംഘടന ഒരു വേറെ രാഷ്ട്രീയപരമായിട്ട് കൊന്നു അല്ലെന്ന് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല. കൊന്നതല്ല SFI. ഇപ്പോഴും ജയപ്രകാശ് കരുതുന്നില്ല, ജയപ്രകാശ് എങ്ങും പറഞ്ഞിട്ടുമില്ല SFIയുടെ രാഷ്ട്രീയ പകപോക്കലാണെന്നൊരു വാദം ശ്രീ ജയപ്രകാശിനില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും ഇന്ന് വരയ്ക്കും ഒരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഇതുവരെയ്ക്കും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കൊന്ന 19 പേര് ഇനി പുറത്ത് കിടക്കുന്നവരുണ്ട്. പേര് പറയാനാണെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനുള്ള അക്ഷയ് എന്ന് പറഞ്ഞുകൊണ്ട് അവനുകൊണ്ട്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിസ്റ്റാണ്. അക്ഷയ് എന്ന് പറയുന്ന അവൻ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, ചങ്ക് കൂട്ടുകാരെന്ന് പറയുന്നത്. അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഇടുക്കി ആശാനാണ്. എനിക്കറിയാം, ഇടുക്കിയിൽ ആശാൻ അവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. ഈ അരുൺ എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഒളിവിൽ പോയി. അരുണിനെ ഒളിവിൽ പോയിട്ട് സ്റ്റേഷൻ അവിടെ മജിസ്ട്രേറ്റിൻ്റെ അവിടെ, വയനാട് മജിസ്ട്രേറ്റിൻ്റെ അവിടെ പോയിട്ട് ആരാ കൊണ്ടുപോയത്? ലോക്കൽ ഗാർഡിയനായിട്ട്. അവിടുത്തെ CPMൻ്റെ പഴയ MLA കൂടെ കൊണ്ടുപോയത് ലോക്കൽ ഗാർഡിയനായിട്ട്. ശരിയാണ്. അപ്പോൾ എന്തിനാ കൊണ്ടുപോയത്? കൊല കഴിഞ്ഞിട്ട് ഒരു കൊലപാതകം ഒളിച്ചു നിന്നിട്ട് അവനെ കൊണ്ടുപോകുന്ന രക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ വെച്ചത് മനസ്സിലാക്കൂലേ ഭാഗ്യശക്തി ആരാണെന്ന്. ഭാഗ്യശക്തി അവിടുത്തെ ജില്ലാ സെക്രട്ടറി മുതൽ ഭാഗ്യശക്തി ഉണ്ട്. അവിടുത്തെ സ്റ്റോറിലെ ഇൻചാർജ് ആരെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് ശ്രദ്ധിച്ചോ, സാറൊന്ന് നോക്കിയാൽ അവിടുത്തെ സ്റ്റോർ പൂക്കോട് വയനാട് വെറ്റിനറി കോളേജിലെ അവിടുത്തെ സ്റ്റോർ ഇൻചാർജ് ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ നേതാവിന് ഏത് ബന്ധമാണ് ആ സ്റ്റോറിൽ ഇൻചാർജ് എന്നുള്ളത്? അതെ, അത് തന്നെ നമ്മൾ ചർച്ചയുടെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവിടുത്തെ ഹോസ്റ്റലിനകത്ത് ഈ ബന്ധമുണ്ട്. കുറ്റവാളികൾക്ക് സൗകര്യമൊരുക്കിയത് ഈ അതാണ് ഭാഗ്യശക്തി. ഈ പുറത്തു നിന്നുള്ള ബാഹ്യശക്തിയാണ് കമ്മീഷൻ അതെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. താങ്ക് യു CJ. ആ ഭാഗ്യശക്തിയാണ് ഈ ഭാഗ്യശക്തി. എനിക്ക് ചിലപ്പോൾ കമ്മീഷന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഭാഗ്യശക്തി ഇത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്.
ഓക്കെ, താങ്ക് യു ശ്രീ ജയപ്രകാശ്. താങ്കളുടെ വാദം വളരെ ശക്തമായി തന്നെ താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട്. SFI രാഷ്ട്രീയമായി പകപോക്കിയിട്ടില്ല എന്നത് തന്നെയാണ് ശ്രീ ജയപ്രകാശിൻ്റെ നിലപാട്. ഇപ്പോൾ നമ്മുടെ പുറത്തു വന്നിരിക്കുന്ന 2 കമ്മീഷൻ, CBIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, ഒപ്പം തന്നെ ഹരിപ്രസാദിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, രണ്ടിലും SFIയെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു സംഘടനയ്ക്ക് ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിരുന്നു. ആ ബന്ധമാണ് കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാതെ ഒതുക്കി തീർത്തത് എന്നൊരു ആരോപണമുണ്ട്. ഞാൻ ആർഷോയിലേക്ക് വരാം. ആർഷോ, ഒരു നിമിഷം. ഇപ്പോൾ നമുക്കൊപ്പം സുഭാഷ് ബാബു കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ വന്നത് എന്ന വിവരം കൂടി എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഈ ചർച്ചയിലുടനീളം നമ്മൾ കണ്ടത് SFIയുടെ നേതൃത്വത്തിൽ നടന്ന കൊല എന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം അതിനെ ചിത്രീകരിക്കുന്നത്. തീർച്ചയായും അതിൽ ഉൾപ്പെട്ട ക്രിമിനൽ കേസ് പ്രതികളിൽ ഭൂരിഭാഗവും SFIയിൽ പെട്ടവരാണ്, SFIയുടെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരുമാണ്. പക്ഷേ 2 റിപ്പോർട്ടുകളും, അതിലൊരെണ്ണം കുറ്റപത്രമാണ്, CBIയുടേത് പ്രാഥമിക കുറ്റപത്രമാണ്, മറ്റൊന്ന് ഗവർണർ നിയോഗിച്ചിരിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ കുറ്റപത്രമാണ്. ഇതിൽ രണ്ടിലും SFIയുടെ പേരെടുത്ത് പറഞ്ഞതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി നടന്ന കൊലപാതകമല്ല എന്ന് സമർത്ഥിക്കുന്നു. അതെന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതെന്നാണ് SFIയും ഇടതുപക്ഷവും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ അത് ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തതും. സുഭാഷ് ബാബു, എന്തുകൊണ്ടായിരിക്കും ഈ CBIയും ജുഡീഷ്യൽ കമ്മീഷനും SFIയുടെ പേരു പറയാതെ പുറത്തുനിന്നൊരു ബാഹ്യശക്തിയുടെ സഹായത്തോടു കൂടി ഈ കേസിൻ്റെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം സൂചിപ്പിച്ചു വിട്ടത്? അല്ല, ഇതൊരു യൂണിയൻ സംഘടനം എന്നുള്ള രീതിയിലാണ് വരുമ്പോൾ സാധാരണ നമ്മൾ ഇന്ന യൂണിയനിൽപ്പെട്ട ആൾക്കാരും അതിൻ്റെ മറ്റ് യൂണിയനിൽപ്പെട്ട ആളുകൾ എന്ന് പ്രത്യേകമായിട്ട് അന്വേഷണത്തിൽ, റിപ്പോർട്ടിലും ചാർജ് ഷീറ്റിലും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു സംഘടനാ സംവിധാനത്തിലുണ്ടായിരിക്കുന്ന സംഘടനത്തിൻ്റെ പേരിലുണ്ടായ കൊലപാതകമല്ല. ഇവിടെ വ്യക്തിയാധിഷ്ഠിതമായ പ്രശ്നങ്ങൾക്ക് എതിർത്ത ഒരു വിഭാഗം, അവിടെ ചിലപ്പോൾ ഒരു സംഘടന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ സംഘടനയുടെ പേരിൽ എല്ലാവരും പറഞ്ഞു എന്നല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, ഇനിയിപ്പോൾ കമ്മീഷനായാലും തന്നെ കമ്മീഷൻ അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന എന്ന കുട്ടിയുടെ മരണത്തിനുണ്ടായ സാഹചര്യങ്ങളിൽ അതിൽ ആരെല്ലാം വീഴ്ച വരുത്തിയത് എന്നും എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചതെന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ സംഘടന എന്ന് പറയാൻ ഉതകുന്ന തെളിവുകളൊന്നും ഈ അന്വേഷണത്തിൽ 2 കൂട്ടർക്കും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ സംഘടനമല്ലാത്തതുകൊണ്ട് ഒരു സംഘടനയുടെ പേര് പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ 2 ആളും അതിനകത്തിൽ നിന്ന് ഈ സംഘടനയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ അത് പറയുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ, അവരിൽപ്പെട്ട ആളുകളാണ്, ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രതിപാദ്യം ഉണ്ടാവും. ആ രീതിയിലുണ്ടായിരുന്ന പ്രതിപാദ്യമാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അത് കേസ് അന്വേഷണത്തിലോ അല്ലെങ്കിൽ കമ്മീഷൻ അന്വേഷണത്തിലോ അത് പ്രസക്തമല്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി. ഇവിടെ ക്രിമിനൽ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇൻഡിവിജ്വൽ ഓവർട്ട് ആക്ട്, എന്താണ് ഇതിൻ്റെ മോട്ടീവ്? ഈ മോട്ടീവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതല്ല ഇതിൻ്റെ മോട്ടീവ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ വ്യക്തിവൈരാഗ്യം, അത് അവിടെ ഈ കുട്ടിക്ക് കുറച്ച് സ്വാധീനമുണ്ടെന്നും ആ കുട്ടി അതനുസരിച്ച് കുറേ പെൺകുട്ടികളുമായിട്ട് അവിടെ ഡാൻസ് ചെയ്യുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ യെസ് ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. അതിവിടെ ഒരു ഓഡിയോ ചെക്ക് ചെയ്തതാണ്, പറഞ്ഞോളൂ. റൈറ്റ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി വിദ്വേഷം, അത് അങ്ങനെ ആ കുട്ടി ചെയ്തതിനെ എതിർത്തതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്നതും അതിനെ ഈ കുട്ടി സ്വയം പ്രതിരോധിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്ന വൈരാഗ്യവും ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യപ്പെട്ട ചില പ്രവൃത്തികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ആവർത്തിച്ചുണ്ടായിരുന്ന അതാണ്. അത് വ്യക്തമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ അതിനകത്ത് ചില പാളിച്ചകളൊക്കെ ഉണ്ടായെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കേസിൽ പ്രാഥമികമായ കുറ്റപത്രം, പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് ആ ഡേറ്റിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ചാർജ് ഷീറ്റ് കൊടുത്തു. ഏപ്രിലിൽ ചാർജ് ഷീറ്റ് കൊടുത്തതിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് സൗകര്യമായിട്ട് ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം പഴയ നിയമമനുസരിച്ച് 1738 മറ്റേ പുതിയത് അവിടെ ആപ്ലിക്കബിൾ അല്ല 1939. പക്ഷേ അതുകൊണ്ട് അത് ഫർദർ അന്വേഷണം. സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നമുക്കൊപ്പമുണ്ട്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവരും നമുക്കൊപ്പം ചേരും. PM ആർഷോയും SFIയും ഇടതുപക്ഷവും ഒക്കെ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു പൂക്കോട്ട് ഇവിടെയുള്ള സിദ്ധാർത്ഥൻ്റെ മരണം എന്തുകൊണ്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനു ശേഷം മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തത്? അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് നമ്മൾ എടുത്തതും. കാരണം തീർച്ചയായും നിങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തൊരു വിഷയമായതുകൊണ്ടാണ്. ഇതിൽ ഹരിപ്രസാദ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ വായിച്ചത്.
ഇതിൽ എനിക്ക് മനസ്സിലാകാതെ പോകുന്നൊരു ഭാഗമുണ്ട്, അതിന് താങ്കളൊരു വിശദീകരണം നൽകണം. Therefore, the commission does not find that political activity in the campus is the main reason for the unfortunate incident. അതൊരു രാഷ്ട്രീയ കാരണമല്ല എന്നു തന്നെ പറയുന്നു. പക്ഷേ കുറ്റവാളികളായി പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നവർക്ക് SFIയുമായി അടുത്ത ബന്ധമുണ്ട് താനും. അതിൽ 1-ാം പ്രതിയടക്കം, 2-ാം പ്രതിയടക്കം, 3-ാം പ്രതിയടക്കം, 4-ാം പ്രതിയടക്കം, SFIയുടെ യൂണിറ്റ് ഭാരവാഹി, SFIയുടെ യൂണിയൻ ഭാരവാഹികൾ, ഇവരെല്ലാവരുമാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതെന്ന് മാത്രമല്ല മർദ്ദിച്ചിരിക്കുന്നത് തന്നെ SFIയുടെ തന്നെ ഭാരവാഹിയുടെ മുറിയിൽ വെച്ചുകൂടിയാണ്. അപ്പോൾ SFIക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് PM ആഷു? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങൾക്കകത്ത് തിരുത്തുണ്ട്. ഒന്ന്, അരുൺ ഉൾപ്പെടെ സൂചിപ്പിച്ചു ഇതിൽ ഭൂരിപക്ഷം പ്രതികളും SFIക്കാരായിരുന്നു എന്നുള്ളത് കൊണ്ട് SFIയുടെ നേരെ അലിഗേഷൻ ഉണ്ടായി എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള വാദമാണ്. 19ഓളം പ്രതികളിൽ 4 പേരാണ് SFIയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ SFIയുടെ യൂണിറ്റ് ഭാരവാഹി ഉണ്ടായി, ഈ പറഞ്ഞ ക്യാമ്പസ് യൂണിയൻ്റെ ഭാരവാഹി ഉണ്ടായി, അടക്കം 4 പേരാണ് SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആ കേസിനകത്തുണ്ടായിരുന്നത്. അതിൽ ബാക്കിയുള്ള പ്രതികളെ സംബന്ധിച്ച് വിവിധങ്ങളായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകൾ അതിലുണ്ടായി, ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകൾ അതിലുണ്ടായി. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ആളുകൾ ഉൾപ്പെടെ ഇതൊരു രാഷ്ട്രീയപരമായ വിഷയമാണെന്ന് ഞങ്ങളെവിടെയും പറഞ്ഞില്ല. ഭൂരിപക്ഷം ആളുകൾ SFI ആയതുകൊണ്ട് ഞങ്ങൾ SFIക്കെതിരെ പറഞ്ഞതാണ് തുടങ്ങിയിട്ടുള്ള വാദമുഖങ്ങളൊക്കെ ഉന്നയിക്കുന്നതായി കണ്ടു. എന്നാൽ അങ്ങനെ ആയിരുന്നോ നമ്മുടെ നാട്ടിൽ ചർച്ച നടന്നത്? SFI ആസൂത്രണം ചെയ്തു നടത്തിയ കൊലപാതകം എന്നതായിരുന്നു ഈ പറഞ്ഞ പ്രതിപക്ഷം ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ സൃഷ്ടിച്ച നരേറ്റീവ്. അങ്ങനെ ആയിരുന്നില്ല. 4 പേരുണ്ടായിരുന്നു, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്താണ് ആ ആളുകളെ പുറത്താക്കി. അവർക്ക് ഒരു തരത്തിലുമുള്ള സഹായം ഉണ്ടാകില്ല എന്ന് SFI ഉറപ്പ് പറഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സൂചിപ്പിച്ചത്. ആ ഘട്ടത്തിൽ പറഞ്ഞ നിരവധിയായ നുണകൾ, നിരവധിയായ കള്ളങ്ങൾ, ആ കള്ളങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ മുൻപിൽ തുറന്നു വെക്കപ്പെടുകയാണ്. ഇപ്പോൾ മിനിഞ്ഞാന്നാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നത്. അതിനും ആഴ്ചകൾക്ക് മുൻപ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങൾ, ആ കുറ്റപത്രം ഉൾപ്പെടെ പുറത്തേക്ക് വന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നേരത്തെ പറഞ്ഞിരുന്ന ഓരോ വാദങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നുണ്ട്. നേരത്തെ ഞാൻ സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറഞ്ഞതിനെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് വേറെ നിലയ്ക്കൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അലിഗേഷൻ ഞാൻ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ് എൻ്റെ അറിവോടുകൂടെ, PM മാർഷൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഞാൻ ആ സർവകലാശാല ഹോസ്റ്റലിൽ നിരന്തരം വന്ന് താമസിക്കാറുണ്ടായിരുന്ന ആളാണ്. എൻ്റെ മകൻ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ പറയാറുണ്ട് ആർഷോ ചേട്ടൻ അപ്പുറത്തെ റൂമിലുണ്ട് എന്ന് പറയാറുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ ആ ക്യാമ്പസിനകത്ത് ഈ വിഷയത്തിന് മുൻപ് പോയിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ നിലയ്ക്കൊക്കെയുള്ള അലിഗേഷൻ ഈ കൂട്ടരൊക്കെ ഉയർത്തിയിരുന്നു. ഇത് SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇതിന് ശേഷം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് SP അദ്ദേഹം ഈ ചർച്ചയിൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അവിടെ സിദ്ധാർത്ഥ് ഡാൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, സിദ്ധാർത്ഥ് പെൺകുട്ടികളോടൊപ്പം ഡാൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് ഇഷ്ടപ്പെടാതിരുന്ന ആളുകളാണ് സിദ്ധാർത്ഥിനെ ആക്രമിച്ചത്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ? അദ്ദേഹം ഒരു ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ലേ, ഇപ്പോൾ റിട്ടയർ ആയിരുന്നുണ്ടെങ്കിലും? എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ? ഇനി പോട്ടെ, ഈ നിങ്ങളൊക്കെ സമരം ചെയ്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ അടക്കം ആവശ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ അന്വേഷണം നടത്തിയ CBI, ആ CBIയുടെ കുറ്റപത്രത്തിൽ എന്താണ് സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്നതിനുണ്ടായ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളെവിടെയും ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ല. അത് പൊതുസമൂഹത്തിന് മുൻപിൽ ആദ്യം പറഞ്ഞ ഒരാൾ ഈ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അരുൺകുമാർ ആണ് എൻ്റെ ഓർമ്മ. ഈ വിഷയമുണ്ടായ ആദ്യത്തെ ദിവസം നിങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിനകത്ത് അരുൺകുമാർ പറഞ്ഞിരുന്നു ഇതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളത്. CBIയുടെ കുറ്റപത്രത്തിനകത്തും പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എന്തായിരുന്നു അതിൻ്റെ മോട്ടീവ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി ഇതൊന്നും അല്ലാതെ എവിടെ നിന്നാണ് വായുവിൽ നിന്ന് സുഭാഷ് ബാബു സാറിന് ഇതുപോലൊരു മോട്ടീവ് ലഭിക്കുന്നത്? പച്ചക്കള്ളല്ലേ വന്നിരുന്നു പറയുന്നത്? ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ കുട്ടികൾ ആക്രമിച്ചതാണ്, അതായിരുന്നു മോട്ടീവ്. SFIക്ക് ഇഷ്ടപ്പെട്ടില്ല ഡാൻസ് കളിച്ചത്. ഇത് ഏത് വസ്തുതയുടെ, ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നേ ഇങ്ങനെ ഇപ്പോൾ ഈ നിമിഷവും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ മുൻപിൽ ഉള്ളപ്പോഴും നേരത്തെ ഇദ്ദേഹം പറയുന്നത് പോലുള്ള പച്ചക്കള്ളങ്ങൾ ഇവിടെ ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തെല്ലാം പറഞ്ഞു? ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തല്ലിക്കൊന്നു കെട്ടിത്തൂക്കി SFI എന്നല്ലേ. എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ? പുറത്തു വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ CBI കുറ്റപത്രം ഉൾപ്പെടെയുള്ള എല്ലാ വിശദാംശങ്ങളും അത് ഒരു ആത്മഹത്യയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതല്ല SFI ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമമുണ്ടായി. ആ ശ്രമത്തിൻ്റെ തുടർച്ചയിൽ ഞാൻ പറഞ്ഞ മൗനം ഈ ഘട്ടത്തിലല്ല കേട്ടോ ഡോക്ടർ അരുൺ, ഈ ഘട്ടത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഈ CBI കുറ്റപത്രം പുറത്തു വന്നിട്ട് എത്രയോ ആഴ്ചകളായെന്നേ.
ഒരു ഫ്ലാഷ് ന്യൂസ് പോലും എവിടെയും ഈ CBI കുറ്റപത്രത്തിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമുക്കൊക്കെ അറിയണ്ടേ? ഈ നാട് മുഴുവൻ CBI വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളല്ലേ നമ്മളൊക്കെ? ആഴ്ചകളോളം ഈ വിഷയത്തിന്റെ ഫോളോ അപ്പ് നടത്തിയിട്ടുള്ള ആളുകളല്ലേ? അങ്ങനെ ഫോളോ അപ്പ് നടത്തി അന്വേഷണം നടത്തി. മാത്രമല്ല, പക്ഷേ പോലീസ് കണ്ടെത്തിയ പ്രതികൾ ആരെയും തന്നെ വെറുതെ വിട്ടിട്ടുമില്ല. അപ്പൊ അതെ, അല്ല, ഒരു നിമിഷം ഇല്ല, അതിലൊരു പ്രതിയും വെറുതെ വിടരുത് എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ ഈ വിഷയത്തിന്റെ വസ്തുത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ SFI എന്ന സംഘടനയ്ക്കോ വേണ്ടി ആയിരുന്നില്ല ഞാൻ ആ വസ്തുത അവിടെ വെളിപ്പെടുത്തിയത്. കാരണം നമുക്കറിയാവുന്ന വസ്തുത, പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ മരണം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മൂഡുണ്ട്. ആ മൂഡിനെതിരെയാണ് സംസാരിക്കുന്നത് പോലും എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ വസ്തുത പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യ ദിവസം തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചതൊരു നോൺ പൊളിറ്റിക്കലായുള്ള ഒരു ഇഷ്യൂ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായും വ്യക്തമായും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ മാത്രമാണ് SFIക്ക് ഏതെങ്കിലും തരത്തിൽ പഴുത് കണ്ടെത്താൻ കഴിയുക. കാരണം ഇതിൽ SFI ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി അധിക്ഷേപിക്കുകയോ രാഷ്ട്രീയമായൊരു ഏറ്റുമുട്ടൽ നടത്തി വധിക്കുകയോ ആയിരുന്നില്ല. അങ്ങനെ ഒരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യതയുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ മറ്റൊരു സാഹചര്യം SFI ഉണ്ടാക്കി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് കമ്മീഷൻ പറയുന്നുണ്ട്. അതാണ് ആർഷോ, ആ ചോദ്യം ഇതാണ്, എന്താണ്? Nonetheless, political activism in the campus, that too by one organization with the strength of external support, could be a reason to downplay the gravity of the offense. ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറച്ചു കാട്ടുന്നതിനും and to provide help to accused persons, കുറ്റാരോപിതരായ വ്യക്തികൾക്ക് സഹായം നൽകുന്നതിനും ഈ സംഘടന രാഷ്ട്രീയ പ്രാധാന്യമുള്ള, രാഷ്ട്രീയ അപ്രമാദിത്വമുള്ള ഒരു സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള സഹായം കിട്ടി. അതേത് സംഘടനയാണ്? SFIയെ സംബന്ധിച്ച് ഈ വിഷയത്തിനകത്ത് ഇത് മൂടിവെക്കേണ്ടുന്നതോ അല്ലെങ്കിൽ ഇതിനകത്ത് ആരെയും സംരക്ഷിച്ച് നിർത്തേണ്ടുന്നതോ ആയിട്ടുള്ള ഒരു ആവശ്യമില്ല. ഞങ്ങളത് ചെയ്തിട്ടുമില്ല. ഒരാളുടെയും സഹായം ഇതുമായി ബന്ധപ്പെട്ട് SFI ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിങ്ങൾ ഈ സൂചിപ്പിച്ച ഒരു വാചകം, ആ വാചകത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ട്. ഈ പറഞ്ഞ അന്വേഷണം നടത്തിയ ഒരാളും ഞങ്ങളോട് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ ഈ പറയുന്ന പ്രതികളുടെ ജാമ്യത്തിനു വേണ്ടി ഹാജരാകുന്നത്, അവിടെ എത്തി നിൽക്കുന്നത് പാർട്ടിയുടെ സമുന്നതനായൊരു നേതാവാണ്, മുൻ MLA ആണ്. ഇവർ കുറ്റാരോപിതരാണെങ്കിൽ, ഇവരാണ് ഇതിൻ്റെ കുറ്റവാളികളെങ്കിൽ പിന്നീട് എന്തിനാണ് പാർട്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മുൻ MLA ആയിട്ടുള്ള CPIMന്റെ നേതാവ് മാധ്യമങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ എന്തിന് അദ്ദേഹം അവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എൻ്റെ ഓർമ്മ, അദ്ദേഹം അന്ന് വിശദമാക്കിയത് അല്ലെങ്കിൽ അന്ന് അദ്ദേഹം അവിടെ പോയത് ഇതിൻ്റെ തുടർച്ചയിൽ, ഈ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയിൽ ഹോസ്റ്റലിനകത്ത് പലയാവർത്തി അതിക്രമിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ പല ഘട്ടത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളെ ആവർത്തിച്ച് ഹറാസ് ചെയ്യുന്ന നിലയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പലയാവർത്തി DYSPയെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ലഭ്യമാവാതിരിക്കുകയും DYSP ഓഫീസിൽ ചെല്ലുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെയില്ല. നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ SFIക്ക് ഇതുമായി രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അതിനുശേഷം നടന്ന സംഭവങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനപ്പെട്ടിട്ടുണ്ട്. അതാർക്കാണ് അറിയാത്തത്? അതിനെ നമ്മൾ ന്യായീകരിക്കുന്നത് എന്തിനാണ് ആർഷു? ഇതിൽ SFIയുടെ ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇതിനകത്ത് ഇടപെടുത്തുന്ന അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉപയോഗിക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഇതിനകത്തില്ല. ഇതിനകത്തുള്ള ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മേൽ പറഞ്ഞ മുൻ MLAയോട് നിങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകിയ വിശദീകരണത്തെ സംബന്ധിച്ചാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം, അവിടെ എങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റം ഒരു പാർട്ടിക്ക് മാത്രം അനുഗുണമാവുന്ന രീതിയിൽ പ്രവർത്തിച്ചത്, VCയും ഈ പറയുന്ന അസിസ്റ്റന്റ് വാർഡനും ഒക്കെ നിശബ്ദനായിരുന്നത്, എങ്ങനെയാണ് അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നത്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അവിടെ ഒരു സ്ത്രീയോട് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയാൽ ആ പരാതി പുറത്തു പോകാതെ അകത്ത് സെറ്റിൽ ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ലേ ആഷോ? എനിക്കറിയാം ഈ റാഗിങ്ങിന്റെ ആന്റി റാഗിംഗ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന മിനിറ്റ്സിൽ ഈ പറയുന്ന രീതിയിൽ ആൾക്കൂട്ട വിചാരണ നടന്നിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കോളേജിലെ അധ്യാപകർ തന്നെ.
അല്ല, അവിടെ ഈ പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമ നടപടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇടപെടാറുണ്ട്. കാര്യം നിങ്ങളുടെ ഭാഗം ശരിയാണ്. ഇത് SFI ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന തരത്തിലുള്ള പ്രചരണമുണ്ടായി. ആ പ്രചരണത്തെ തീർച്ചയായും നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. 2 റിപ്പോർട്ടുകളും SFIയുടെ പേരോ SFI ഈ കുറ്റകൃത്യത്തിന്റെ കുറ്റവാളികളെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കുറ്റകൃത്യം ഒളിപ്പിച്ചു വെക്കാൻ, അതിൻ്റെ ഗൗരവം മറയ്ക്കാൻ, കുറ്റവാളികൾക്ക് പിന്തുണ നൽകാൻ SFIക്ക് പുറത്തു നിന്ന് രാഷ്ട്രീയ പിന്തുണ കിട്ടി എന്ന് പറയുന്നുണ്ട്. SFIയുടെ പേരെടുത്ത് പറയാതെ. അലൂഷ്യ സേവ്യറുണ്ട്, KSU സംസ്ഥാന പ്രസിഡന്റ്. അലൂഷ്യ സേവ്യർ, എത്ര നാളാണ് സിദ്ധാർത്ഥൻ്റെ മരണം പ്രതിപക്ഷം ആഘോഷിച്ചത്, മാധ്യമങ്ങൾ ആഘോഷിച്ചത്, നമ്മളടക്കമുള്ളവർ ചർച്ച ചെയ്തത്? ഒടുവിൽ ഗവർണർ നിയോഗിച്ചിരിക്കുന്ന കമ്മീഷനും CBIയുടെ റിപ്പോർട്ടും SFIയുടെ പേരുപോലും പറയാതെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ KSUവിന് എന്താണ് പറയാനുള്ളത്? ശ്രീ അരുൺകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് SFIക്ക് യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഭാഗമായിട്ടല്ല സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററികളെല്ലാം പരിശോധിക്കുക. SFI നിരന്തരമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊരു രാഷ്ട്രീയ സംഘടനമല്ല, ഇത് നടത്തിയത് SFIക്കാരല്ല, റിപ്പോർട്ടിൽ SFIയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ അരുൺകുമാറിൻ്റെ അടുത്ത്, ഇതിൽ SFI എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടില്ല എങ്കിലും അതിൽ പറയുന്ന വാചകങ്ങളിൽ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. അതിന്റെ മുൻപ് ഈ റിപ്പോർട്ടിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു ഘടകങ്ങളെല്ലാം അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നു എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ സിദ്ധാർത്ഥൻ അതിക്രൂരമായി അവിടെ മർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ മരണം സംഭവിക്കുന്ന 18-ാം തീയതിക്ക് 2 ദിവസം മുൻപ് ഈ പറയുന്ന ഫെബ്രുവരി 16-ാം തീയതി ആ പറയുന്ന ക്യാമ്പസിന്റെ പുറകിലുള്ള കുന്നിൻ മുകളിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും തുടർന്ന് 21-ാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വിചാരണയും നടന്നു, മർദ്ദനങ്ങൾ നടന്നുവെന്നും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കിയെന്നും എല്ലാം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആ വശങ്ങളെപ്പറ്റി എല്ലാം ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ചർച്ചയുടെ തുടക്കം മുതൽ ഈ ആർഷോ ആയിക്കൊള്ളട്ടെ അവതാരണത്തിലും ഇതിൽ SFI കുറ്റമുക്തനാക്കിയോ അല്ലെങ്കിൽ SFI കുറ്റമുക്തമാക്കപ്പെട്ടോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നത് ശരിയല്ല. കാരണം ഞങ്ങൾ പറഞ്ഞു, ഈ വിഷയം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അതിക്രൂരമായിട്ട് ആ ക്യാമ്പസിൽ വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാവുകയും വലിയ മർദ്ദനങ്ങൾ ഇരയാവുകയും ഒടുവിൽ മരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാമ്പസിൽ ഉള്ള ഏക സംഘടന എന്ന് പറയുന്നത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ആ ക്യാമ്പസിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അല്ല എങ്കിൽ അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ അവർ ശാരീരികമായും അല്ലെങ്കിൽ കായികപരമായും അവരെ കൈകാര്യം ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, SFI എന്ന് പറയുന്ന സംഘടന ആ ക്യാമ്പസിൽ അവിടെ നേതൃത്വം കൊടുക്കുന്ന SFIയുടെ യൂണിറ്റ് കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു വലിയ സംരക്ഷണമുണ്ട്. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞു, SFI എന്ന് പറയുന്ന സംഘടന നൽകുന്ന ആ ഒരു സംരക്ഷണമാണ്. എന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും അവർ സംരക്ഷിക്കപ്പെടും എന്ന ആ ഒരു ധൈര്യമാണ് ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലേക്ക് എത്തിയത്. SFI എന്ന് പറയുന്ന സംഘടനയുടെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഇതിൽ മുഖ്യമായി ഈ വിഷയം നടന്നത് അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്യപ്പെട്ട തരത്തിലേക്ക് ഇതിന് കാരണക്കാരായി നിന്നത് എല്ലാം മുഴുവൻ SFIക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും SFI എന്ന് പറയുന്ന സംഘടനയുടെ പേര് ഇതിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറ്റവിമുക്തരാക്കാം. ശ്രീ അരുൺ, അതിൽ നോക്കൂ, 4 പ്രവർത്തകരെന്ന് പറയുമ്പോൾ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള, ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിലേക്ക് എത്തിയതിന്റെ സാഹചര്യം എന്താണ്? അവിടെ നിരന്തരമായിട്ട് ഈ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ പെട്ട ഒരു അംഗം ഉൾപ്പെടെ ഈ കമ്മീഷൻ മുൻപിൽ മൊഴി നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥൻ ഇതിനു മുൻപ് 2 വട്ടവും അതിക്രൂരമായിട്ടുള്ള ഈ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, നിരന്തരമായിട്ടുള്ള ക്യാമ്പസിൽ റാഗിങ് നടക്കുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. അവിടെ ഏക സംഘടന, ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനയാണോ കുറ്റവാളികളാവുക? അത് തടയാൻ ഉത്തരവാദിത്വമുള്ള VCയും അസിസ്റ്റന്റ് വാർഡനും ട്യൂട്ടറും അടക്കമുള്ളവരാണോ ഉത്തരവാദികളാവുക?
ശ്രീ അരുൺ, അതിൽ രണ്ടാളുകളും കുറ്റക്കാരാണ്. അവിടെയുള്ള ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ റാഗിങ് നടത്തിയതിന് ശേഷമാണല്ലോ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ അന്വേഷണത്തിന്റെ പരിധിയിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ റാഗിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വാഭാവികമായിട്ടും അവിടുത്തെ അധ്യാപകർ അല്ലെങ്കിൽ അതിന്റെ മേൽഘടകങ്ങളെല്ലാം അതിൽ കുറ്റക്കാരാണ്. അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു സിസ്റ്റം അവിടെ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം സംരക്ഷണം കൊടുക്കാൻ ഒരു വലിയ സിസ്റ്റം ആ ക്യാമ്പസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതാണ്. ഇത് വർഷങ്ങളായിട്ട് SFI അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു ക്യാമ്പസിൽ ഏക സംഘടനാ ക്യാമ്പസിൽ അവർക്ക് ഇഷ്ടക്കേടുള്ള അല്ലെങ്കിൽ അനിഷ്ടമുള്ള സിമിലർലി മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് യൂണിയൻസ് വിത്ത് കോൺട്രഡിക്ടറി പൊളിറ്റിക്കൽ ഐഡിയോളജീസ് മേ ആൾസോ കോസ് അൺറസ്റ്റ് ഇൻ ദ ക്യാമ്പസ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അത് ഈ കമ്മീഷൻ ഒരു കാരണവശാലും കണ്ടെത്തുന്നില്ല. എനി റീസൺ ടു കണക്ട് ദി ഇൻസിഡന്റ് ഓഫ് ക്രുവൽറ്റി മെറ്റഡ് ഔട്ട് ടു സിദ്ധാർത്ഥൻ ടു സ്റ്റുഡൻറ് പോളിറ്റിക്സ്. അതായത് SFI എന്ന സംഘടന മാത്രമല്ല, മൾട്ടിപ്പിൾ യൂണിയനുകൾ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്ന് ഹരിപ്രസാദ് കമ്മീഷനാണ് കണ്ടെത്തുന്നത്, ഗവർണറുടെ സ്വന്തം കമ്മീഷൻ. ശ്രീ അരുൺകുമാർ, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞോളൂ. ഞാൻ തുടക്കം മുതൽ ഈ സിദ്ധാർത്ഥന്റെ വിഷയം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ യൂണിറ്റുള്ള സംഘടനാ സ്വാതന്ത്ര്യമുള്ള സംഘടനാ പ്രവർത്തനം നിരന്തരം നടത്തുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റാണ്. മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ഐഡിയോളജികളുള്ള വിദ്യാർത്ഥികളെല്ലാം ആ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സംഘടനാ പ്രവർത്തനം, സംഘടനാ സ്വാതന്ത്ര്യം ആ ക്യാമ്പസിൽ നടത്താനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് ഞാൻ വളരെ നാളുകളായി സിദ്ധാർത്ഥന്റെ കേസുവിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആരോപണങ്ങളിൽ പലതിലും കഴമ്പുണ്ട്. അതിലൊന്ന്, നിങ്ങൾ കുടപിടിച്ചു കൊടുത്തു ഈ കുറ്റവാളികൾക്ക് എന്നുള്ളതാണ്. നിങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരു സംഘടനയ്ക്ക് ആന്റി റാഗിങ്ങിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന SFIയുടെ പ്രസ്ഥാനത്തിനു തന്നെ അപമാനമായി ചില മനുഷ്യർ തലപ്പത്തെത്തിയപ്പോൾ നിങ്ങളത് കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ്. പിന്തുണ കിട്ടിയത് രണ്ടാം ഭാഗം, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരുക്കിക്കൊടുത്തൊരു ആവാസ വ്യവസ്ഥയിലാണ് സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത്. ആ ആവാസ വ്യവസ്ഥയുടെ ഇരയാണ് സിദ്ധാർത്ഥൻ എന്നതാണ് ജയപ്രകാശിന്റെ വാദവും. അതൊരു രാഷ്ട്രീയമായ ആവാസ വ്യവസ്ഥയാണ്. ആ രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയിൽ അധ്യാപകരും അസിസ്റ്റന്റ് വാർഡനും ട്യൂട്ടറും അവിടുത്തെ സ്റ്റോർ കീപ്പറും അടങ്ങുന്ന ഒരു സംവിധാനം SFIയുടെയും CPMന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന് മേൽ പഞ്ചപുച്ഛമടക്കി നിന്നു. അതാണ് സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ ആരും വരാഞ്ഞതെന്നാണ് ഈ കമ്മീഷനുകൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അതിൽ പേരെടുത്ത് SFI എന്ന് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ SFI കാരണമായിട്ടുണ്ട്. അതാണ് കേസുവിൻ്റെ ആക്ഷേപം. രണ്ടാമത്തത്, അവിടെ മറ്റു സംഘടനകൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നാണ് കേസുവിൻ്റെ ആക്ഷേപം. അതെൻ്റെ ആക്ഷേപമല്ല. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയും അവിടെ SFI സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വസ്തുത. രണ്ട്, ഇപ്പോൾ നേരത്തെ ആലോഷി പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ച ഒന്നുണ്ട്, ഇതിനകത്ത് ആൻറ്റി റാഗിങ് സെല്ലിലെ അംഗമായിട്ടുള്ള ഒരു അധ്യാപികയുടെ മൊഴിയുണ്ട് എന്നുള്ളത്. ആലോഷി പറഞ്ഞ നിലക്കുള്ള ആരോപണങ്ങൾ അവിടെ ആവർത്തിച്ചുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനാദ്യം നിങ്ങൾ സമരം ചെയ്യേണ്ടുന്നത് ആർക്കെതിരെ? ഈ പറഞ്ഞ ആൻറ്റി റാഗിങ് സെല്ലിനകത്തുള്ള മൊഴി കൊടുത്ത അധ്യാപികക്കെതിരെയാണ്. ഇത്രയും വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് പോലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വപ്പെട്ട നിലയിൽ നടപടിയെടുക്കേണ്ടെന്ന് ഈ ആന്റി റാഗിങ് സെല്ലല്ലേ ആ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരം അവിടെ ക്യാമ്പസിനകത്ത് വിഷയങ്ങളുണ്ട് എങ്കിൽ അതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരൊരു വിരലനക്കിയതിന്റെ അനുഭവത്തിന് മുൻപുണ്ടോ? ഇനി ആലോചി സൂചിപ്പിച്ചത് എന്ന് പറയാൻ അല്ല അരുൺകുമാർ സർ, ഒരു ഒറ്റ കാര്യം ആലോഷി പറയുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ അവിടെ ഒരാൾക്കും സമാധാനത്തോടെ പഠിക്കുന്നതിന് വേണ്ടി ഒരു സാഹചര്യക്കുറവുണ്ടാവില്ല, പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സാഹചര്യക്കുറവുണ്ടാവില്ല. ആ നിലക്കൊന്നും ഇടപെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവില്ല. ഇനി അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടെന്ന് ഒന്നുണ്ട്. ആലോഷി പറഞ്ഞതുപോലെ ആലോഷി പറഞ്ഞു അതിനു മുൻപ് അവിടെ മറ്റ് സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോഷി ആ ക്യാമ്പസിനകത്ത് വിവിധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവിടെ SFI സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം യൂണിയൻ പ്രവർത്തനം നടത്തുന്നുണ്ട്. അലോഷിയുടെ KSU ഉൾപ്പെടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ അവിടെ യൂണിറ്റ് രൂപീകരിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? അല്ല. ഇനി അതിനു മുൻപ് SFI തടഞ്ഞിട്ടുണ്ട്, SFI അനുവദിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഈ വിഷയത്തിന് മുൻപ് ഏതെങ്കിലും ഒരു KSUവിൻ്റെ നേതാവിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ കൽപ്പറ്റ, ഈ പറഞ്ഞ പ്രദേശം ഞാൻ മനസ്സിലാക്കുന്നത് കൽപ്പറ്റ മണ്ഡലത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കൽപ്പറ്റ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ക്യാമ്പസിനകത്ത് ഈ വിധത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കാത്ത നിലയിലുള്ള SFI ഇടപെടലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു പോലീസ് പരാതിയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്യാമ്പസിലുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ഓടിയെത്തുമെന്നുള്ളതിനകത്ത് നമുക്കാർക്കും തർക്കമില്ല. ആ നിലയ്ക്കൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ള ഈ റിപ്പോർട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും നാളായല്ലോ.
ഇത്രയും നാളായല്ലോ. ഈ സമയത്തിനിടയിൽ അവിടെ KSUവിന് ആ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എത്രയോ മാസങ്ങൾ കഴിഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് KSU യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോകുന്നു, KSUവിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞ് അലോഷിയും KSUക്കാരും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവുമല്ലോ. ഇക്കാലം അത്രയായിട്ടും അവരതിന് തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഈ നിലയ്ക്ക് ഇവർ സംഘടനാ ചർച്ച ചെയ്തു പോകാം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അലോഷ്യസ് സേവ്യർ അതിനുള്ള മറുപടി വേണം. അലോഷ്യസ് സേവ്യർ ഉന്നയിച്ചതുപോലെ SFIയുടെ അപ്രമാദിത്വമുള്ള ക്യാമ്പസിൽ സംഘടനകളെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതിന് എന്ത് തെളിവുണ്ട് എന്നാണ് ആർഷോ ചോദിക്കുന്നത്. അലോഷ്യസ് സേവ്യർ. ശ്രീ അരുൺകുമാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂക്കോട് സർവകലാശാലയിലെ വിഷയം ഉണ്ടാകുമ്പോൾ നിരന്തരം ചാനലുകളിൽ വന്നിട്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഒരു വാദം, ആ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂണിറ്റ് ഇടാൻ സാധിക്കാത്തതിന് SFI എന്തിന് പഴിയായിരുന്നു എന്നൊരു തരത്തിലേക്കാണ് ആർഷോ പല സാഹചര്യങ്ങളിലേക്കും ചർച്ചകൾ കൊണ്ടുപോകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ ക്യാമ്പസ് വർഷങ്ങളായിട്ട് SFI മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സംഘടനാ പ്രവർത്തനം നടത്താൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ അടിച്ചൊതുക്കുന്ന രീതിയിൽ, ആ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, ശ്രീ അരുൺകുമാർ അതിന് അവതരണത്തിൽ ഇടയിൽ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഈ ആന്റി റാഗിംഗ് സെല്ലിൽപ്പെട്ട ഒരു അധ്യാപിക ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടുകൾ എടുത്താൽ അവർക്ക് ആ ക്യാമ്പസിൽ അവരുടെ അധ്യാപനവുമായിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവർക്ക് വളരെ അത് ശരിയാണ്, അധ്യാപകന്മാർക്ക് അവിടെ പ്രവർത്തിക്കുന്നതിന് ഈ സംഘടന ഉണ്ടാകുന്നത്. ഞാൻ പറയട്ടെ അരുൺകുമാർ, ഞാൻ അതിലേക്ക് വരട്ടെ. നേരിട്ടിട്ടുണ്ടോ? അരുൺകുമാർ പറയാമോ എന്നാണ് ആർഷോ ചോദിക്കുന്നത്. അരുൺകുമാർ പറയുന്ന ശ്രീ അരുൺകുമാർ പറയുന്ന അത്തരത്തിലേക്കുള്ള എത്രയോ ഇൻസിഡന്റുകൾ 2-3 വർഷങ്ങൾക്ക് മുൻപ് അവിടെ വയനാട് മുൻ ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ ആ ക്യാമ്പസിലേക്ക് യൂണിറ്റ് ഇടാൻ കടന്നു വരുന്ന സമയത്ത് വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ക്യാമ്പസ് എന്തുകൊണ്ട് ഇത്ര ചർച്ചാ വിഷയമായി, ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചാ വിഷയമായി? ആർഷയ്ക്ക് അത് ചിലപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധയിലുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആർഷോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയല്ല. ഞാൻ അതിലേക്ക് വരട്ടെ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ചിലപ്പോൾ ഒരുപക്ഷെ ആർഷോയ്ക്ക് അത് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ആർഷോ അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല. ആർഷോ അന്ന് SFIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രീ അരുൺകുമാർ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിരന്തരം ചാനലുകളിൽ വന്ന് നിങ്ങൾ അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ വർഷങ്ങളായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഇതര സംഘടനകൾ അവിടെ പ്രവർത്തനം നടത്താൻ ആരംഭം കുറിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ സഹോദര സംഘടനയുണ്ടല്ലോ, എന്താ ASFിന്റെ അവിടുത്തെ അവസ്ഥ? ഈ വിഷയങ്ങളുടെ ആദ്യഘട്ടത്തിൽ ASF ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ആർഷോ, ഈ റിപ്പോർട്ടിൽ നിങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല, SFI എന്ന സംഘടനയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ നമ്മൾ ലഘൂകരിച്ച് കളയരുത്. ആർഷോ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം നിങ്ങൾ ആ ക്യാമ്പസിൽ അല്ലെങ്കിൽ പല ക്യാമ്പസുകളിലും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഒരു വിദ്യാർത്ഥിയുടെ ഒരു മരണത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം. അതാണ് തിരുത്തപ്പെടേണ്ടത്. നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അവിടെ ഒരു അപ്രമാദിത്വമുള്ള സംഘടനയെ SFI ഉണ്ട്, മറ്റ് സംഘടനകളെ വളരാൻ അനുവദിക്കുന്നില്ല. അതിനൊരു തെളിവ് ചോദിച്ചു. ആ തെളിവ് താങ്കൾ പറയുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് KSUവിൻ്റെ ജില്ലാ ഭാരവാഹി ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു യൂണിറ്റ് ഇടാൻ പോയപ്പോൾ SFI പ്രവർത്തകർ മർദ്ദിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നാണ്. ഇതല്ലേ അലോഷ്യസിന്റെ വാദം? തീർച്ചയായിട്ടും. അലോഷ്യസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു യൂണിറ്റ് ഇടുന്നതിന് എന്താ തടസ്സം? അല്ല ശ്രീ അരുൺകുമാർ, അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അതിന്റെ ഇടയിലാണ് SFI സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഇടപെട്ടത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിന് ശേഷം ഞങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളെ നിരന്തരമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതര രാഷ്ട്രീയപരമായ ചേരികളിൽ പെടാത്ത അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മളോട് ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഈ അക്കാദമിക് വർഷത്തിന്റെ ആരംഭത്തിൽ അവിടെ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ട് അടുത്ത ചർച്ചകൾ വരുമ്പോൾ നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് കിടക്കാം. അത്തരം വിഷയങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ KSU അവിടെ യൂണിറ്റ് രൂപീകരിച്ചു എന്നതുകൊണ്ട് അല്ലെങ്കിൽ SFIയുടെ നേതാക്കന്മാർ
യൂണിറ്റ് തീർച്ചയായിട്ടും ശ്രീ അരുൺകുമാർ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കട്ടെ. ഞങ്ങൾ യൂണിറ്റ് ഇട്ടതിന് ശേഷം ഈ SFI ആ വിഷയത്തിലേക്ക് ഇതിന്റെ ചർച്ചയെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വളരെ നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ വലിയ റാഗിങ്ങിന് ഇരയാക്കി 2-3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ വലിയ രീതിയിലേക്ക് മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിൽ അതിന്റെ കാഴ്ചക്കാരായി അവിടെ നേതൃത്വം കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, SFI പറയുന്നുണ്ടല്ലോ ആ ക്യാമ്പസിൽ SFI മാത്രമുള്ള ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകരെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഒരു റാഗിങ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ SFI ഇടപെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്ന് നിങ്ങളെല്ലാം പറയുന്നല്ലോ, വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഇടപെടുന്ന സംഘടനയാണെന്ന് പറയുന്നല്ലോ, റാഗിങ്ങിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറയുന്നല്ലോ. അപ്പോൾ 2 ദിവസം മുമ്പ്, ഈ മരണത്തിന് 2 ദിവസം മുമ്പ് നടന്ന അവിടെ റാഗിങ് SFI അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നടത്തിയ ആൾക്കൂട്ട വിചാരണ SFI അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം SFI അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടുകൂടി കേരളത്തിലെ ക്യാമ്പസുകൾ നോക്കൂ, അവിടെയാണ് ഞാൻ ആവാസ വ്യവസ്ഥ എന്ന പദം പ്രയോഗിച്ചത്. ആ ആവാസ വ്യവസ്ഥയിൽ ഭീതിയുടേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ഭീതിയുടെ ആവാസ വ്യവസ്ഥയ്ക്കൊപ്പം തന്നെ നിങ്ങൾ ഈ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും ആത്മവിശ്വാസവും ചെറുതല്ല. അവർക്ക് എന്ത് കുറ്റകൃത്യം ചെയ്താലും സംരക്ഷിച്ച് പിടിച്ചുകൊള്ളാൻ ഈ ചെങ്കുടി തണലുണ്ട് എന്നുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ ഈ ശുഭ്രപതാകയുടെ തണലുണ്ടെന്നൊരു ആവേശം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് CBIയുടെ കുറ്റപത്രത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന കൃത്യങ്ങളെ പരാമർശിച്ചിരിക്കുന്നു നോക്കൂ. നമുക്ക് കണ്ണീരണിഞ്ഞുകൊണ്ടല്ലാതെ ഇത് വായിച്ചെടുക്കാൻ കഴിയുമോ? പാരഗ്രാഫ് 16-11 അദ്ദേഹത്തെ എത്ര ക്രൂരമായിട്ടാണ് നിങ്ങളുടെ മുന്തിയ നേതാക്കൾ, യൂണിയൻ ഭാരവാഹികൾ ക്രൂരമായി മർദ്ദിക്കുകയും നഗ്ന ശരീരരായി നിർത്തിക്കൊണ്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്യുന്നത്. SFIയുടെ ഭാരവാഹിയാണ്. റാഗിംഗ് തടയണമെന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പാർട്ടി ക്ലാസ് എടുത്ത് കൊടുക്കുന്ന നേതാവ് തന്നെ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കുഴഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് അരുൺകുമാർ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനകത്ത് ഒരു ഘട്ടത്തിലും അവിടെ നടന്നിട്ടുള്ള ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയോ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ള സംഘടനയല്ല SFI. ഞങ്ങളതിനെ തള്ളിപ്പറഞ്ഞ ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെ പുറത്താക്കുമ്പോൾ ഇവരതിൻ്റെ ഭാഗമായി എന്നുള്ളതിനോടൊപ്പം തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇങ്ങനൊരു ക്രൂരകൃത്യം നടന്നു, അത് എന്തുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല. ആ തയ്യാറായിട്ടില്ല എന്നുള്ളതടക്കം വലിയ ക്രിമിനൽ പ്രവൃത്തിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആ നിലയ്ക്കുള്ള ഒരു ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു ഭയത്തിൻ്റെ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി SFI തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നേരത്തെ അലോഷി ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഈ പറഞ്ഞ നേരത്തെ അവിടെ യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോയ ജില്ലാ ഭാരവാഹിയെ അവിടുത്തെ SFIക്കാർ മർദ്ദിച്ചു എന്നുള്ളത്, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നടന്നിട്ടില്ല. ഒരു ജില്ലാ ഭാരവാഹിയെ മർദ്ദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നിലയിലുള്ള പ്രതിഷേധ പരിപാടിയായിരിക്കും കേരളത്തിനകത്ത് KSU സംഘടിപ്പിക്കാൻ വേണ്ടി പോവുക? ആ നിലയ്ക്കുള്ള എന്തെങ്കിലും നടന്ന ഒരു ഫ്ലാഷ്, ഒരു ജില്ലാ ഭാരവാഹിയെ ക്യാമ്പസിനകത്ത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന മാധ്യമ വാർത്ത ഏത് നിലയിലായിരിക്കും? നമ്മൾ അരുൺകുമാർ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, ഈ 2 വർഷ കാലയളവിനിടയിൽ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ നിലയ്ക്കുള്ള ഒരു വിവരവും നമ്മൾ ആരും ഇതിന് മുൻപ് കേട്ടിട്ടേ ഇല്ല. ഈ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒന്ന്. ഇനി സംരക്ഷണം എന്ന് പറയും, ഞങ്ങൾ എന്ത് സംരക്ഷണം കൊടുത്തത്? ഞങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ടായി അവരെ പുറത്താക്കി അവർക്ക് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സംരക്ഷണ കവചം ഒരുക്കുന്നതിൻ്റെയും കൊടിത്തണൽ ഒരുക്കുന്നതിൻ്റെ അനുഭവം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ? ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ധീരജ് കൊലക്കേസിനകത്തെ 1-ാം പ്രതി നിഖിൽ പൈരിയെ കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാക്കിയത്, 2-3 പ്രതികളെ പിടിച്ച് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്കിയതും സംസ്ഥാന സെക്രട്ടറി ആക്കിയതും ഈ അലോഷിയുടെ കമ്മിറ്റിയിലാണ്. അലോഷിയുടെ സഹപ്രവർത്തകരാണ് ധീരജിന്റെ കൊലക്കേസിനകത്തെ 2, 3, 4 പ്രതികൾ. അപ്പൊ ആ ആളുകൾ വന്നിരുന്ന് SFI സംരക്ഷണ ഞങ്ങൾ ഇതിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ക്യാമ്പസിനകത്ത് അല്ല, ഈ വിഷയം തന്നെ സംസാരിക്കും. ഈ വിഷയം സംസാരിക്കുന്നതിനകത്ത് ഒരു പേടിയില്ല. നിങ്ങൾ ആവർത്തിച്ച് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കള്ളമുണ്ട്. ആ പച്ചക്കള്ളം പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. ആ പച്ചക്കള്ളം പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആവർത്തിച്ച് ഈ നാടിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നുണകൾ, ആ നുണകളെ ഈ നാട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എങ്ങനെയെല്ലാം തെറ്റായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതായിരുന്നു. ആ മൃതശരീരത്തെ കൊത്തിവലിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്. ആ വിദ്യാർത്ഥിയുടെ നീതി ആയിരുന്നില്ല ഇവിടുത്തെ KSUവിന്റെ ലക്ഷ്യം. എങ്ങനെ ഒരു മരണത്തിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്ന നിലയ്ക്ക് കഴുകൻ കണ്ണുകളോടെ പ്രവർത്തിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലും നിങ്ങൾ ആവർത്തിച്ച് അതൊരു കൊലപാതകമാണെന്നും എങ്ങനെയെങ്കിലും SFI അതിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടി
ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ഇത്രയും നിഷ്ഠൂരമായി പ്രവർത്തിക്കുന്ന കെഎസ്യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ കെഎസ്യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഒന്നാം പ്രതിയായ ഒരു കേസാണെന്നിരിക്കട്ടെ, കെഎസ്യു ഭരിക്കുന്ന ഒരു ക്യാമ്പസ് ആണെന്നിരിക്കട്ടെ, ആ യൂണിയന്റെ ഭാരവാഹികൾ 4 പേർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മരണത്തിന്റെ വാർത്ത പുറത്തു വന്നാൽ SFI എങ്ങനെയാണ് പ്രതികരിക്കുക? കെഎസ്യുവിന് ഇതിൽ ബന്ധമില്ലെന്നാണോ പറയുക? കൃത്യമായ ഔചിത്യത്തോടു കൂടി തന്നെ ആയിരിക്കും ഞങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക. വസ്തുതാവിരുദ്ധമായി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലും നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാകില്ല. വസ്തുത പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നാടിനകം സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയ്ക്ക് ഒരു മരണം ഉണ്ടായി, ഒരു ആത്മഹത്യ ഉണ്ടായി. ആ ആത്മഹത്യയുമായി ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു ബന്ധമല്ല. അതിനകത്തുള്ള 4 ആളുകൾ ഉൾപ്പെട്ടിരുന്നു. ആ ആളുകൾ ഉൾപ്പെടാൻ വേണ്ടി പാടില്ലാത്ത ആളുകളായിരുന്നു. സിദ്ധാർത്ഥൻ ഇതേ രീതിയിൽ ആക്രമണം ഉണ്ടാവുന്നതെങ്കിൽ നമ്മളിത് വിശ്വസിക്കുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അവിടെ വിദ്യാർത്ഥികൾ അവരുടെ ക്രിമിനൽ കുറ്റകൃത്യം പ്രദർശിപ്പിച്ചു, അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ല. ഈ സംഭവത്തെ തുടർന്ന് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നു. സമാനമായ രീതിയിൽ ഇതിനു മുമ്പും അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നു. SFI അറിഞ്ഞില്ലേ? ഇതേപോലെ ഒരു ക്യാമ്പസിൽ നിങ്ങളുടെ ജില്ലാ ഭാരവാഹികളടക്കം ഈ ക്യാമ്പസിൽ ഉണ്ടല്ലോ. അവരാരും ഈ വിവരം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തില്ലേ? നിങ്ങളുടെ സംസ്ഥാനത്തെ ഭാരവാഹികളടക്കം ഈ വിഷയം അറിയാതെ പോയോ? അപ്പോൾ ആ ക്യാമ്പസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പുറത്തു പറയാൻ കഴിയാതെ വലിയ മനുഷ്യാവകാശ പ്രശ്നം നേരിടുമ്പോൾ അതിനെ നിങ്ങൾ കണ്ടില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസായി എടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അത് നിങ്ങളുടെ പരാജയമാണ് ഒരു സംഘടന എന്ന നിലയിൽ. ആർഷോ, അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ചില പ്രവർത്തകരുടെ ഭാഗത്ത് ഞങ്ങളുടെ ഈ പറഞ്ഞ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അതിനകത്ത് ഉൾപ്പെട്ട ആളുകളിൽ ഉൾപ്പെടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നുള്ളതിനകത്ത് തർക്കമില്ലാന്നേ. ഞങ്ങൾ ആ വീഴ്ച ചെയ്യുന്ന ആളുകളാണ്. നാടിനകത്ത് ശ്രീ അരുൺകുമാർ, ഈ വിഷയത്തിലേക്ക് ഈ അന്വേഷണ കമ്മീഷന്റെ പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ആൾക്കൂട്ടത്തിന്റെ സദാചാര ഗുണ്ടായിസത്തിന് സിദ്ധാർത്ഥന് നേരെയുണ്ടായി. മരണത്തിന് മുൻപ് സിദ്ധാർത്ഥൻ അതിക്രൂരമായി ഉപദ്രവിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. സിദ്ധാർത്ഥന് നേരെ ഹോസ്റ്റലിൽ ഉണ്ടായത് ആദ്യത്തെ സംഭവമല്ല. സമാനമായ 2 സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ 16-ാം തീയതിക്ക് വൈകുന്നേരം സിദ്ധാർത്ഥൻ ഈ മരണപ്പെടുന്നതിന് 2 ദിവസം മുൻപ് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ നടത്തി. വീണ്ടും 21-ാം നമ്പർ റൂമിലേക്ക് ദീർഘനേരം കൊണ്ടുവന്ന് മർദ്ദിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, SFI ഭരിക്കുന്ന ഒരു ക്യാമ്പസിലും SFI കോളേജ് യൂണിയനുള്ള ഒരു ക്യാമ്പസിലും SFI ഇത്ര വലിയ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം വളരെ വാതോരാതെ സംസാരിക്കുന്ന ഒരു സംഘടനയാണല്ലോ. ഇത്ര വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ ഈ വിഷയം ഇത് ശ്രദ്ധയിലേക്ക് ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. അരുൺകുമാർ, ഞാൻ ഈ വിഷയം ശ്രീ അരുൺകുമാർ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എനിക്ക് പറയാനുള്ള അവസരം തരൂ. ഞാൻ ചോദിക്കട്ടെ, നിരന്തരമായിട്ട് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകർ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത് മരണത്തിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, സിദ്ധാർത്ഥനെ പോലെ ഇത്ര വലിയ ഒരു വിഷയം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ വാദഗതികളെ ന്യായീകരിക്കാൻ വേണ്ടി അവർ നിരന്തരം ധീരജിന്റെ വിഷയം എടുത്തുകൊണ്ട് പറയുന്നു, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയങ്ങൾ SFI ഇത്രയേറെ കാര്യങ്ങളെ പറ്റി വലിയ വാചാലനാവുന്നുണ്ടല്ലോ. SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞാൻ അതിനെ തള്ളി പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നു പറഞ്ഞു. എന്റെ പൊന്ന് ശ്രീ ആർഷോ അല്ലെങ്കിൽ ശ്രീ അരുൺകുമാർ, ഈ ചർച്ച നടത്തുന്ന അരുൺകുമാർ, ഇത് നിരന്തരമായിട്ട് SFI പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ തിരുത്തുമെന്ന് പറയുന്നു. ഇവർ തിരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ തിരുത്തുന്ന നടപടികൾ ഉണ്ടായിട്ടോ? ഞാൻ തുടക്കം മുതൽ പറയാൻ ഈ സിദ്ധാർത്ഥന്റെ വിഷയങ്ങളിലായിക്കോട്ടെ മറ്റു വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. SFI ഏത് വിഷയങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ആദ്യഘട്ടത്തിൽ ഇതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവരെ സംരക്ഷിക്കുന്ന നിലപാട്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം നടത്തിയപ്പോൾ ഇവർക്ക് സംഘടനാപരമായി ഇവർക്ക് ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് സംഘടനാപരമായി ഇതിലൊരു
ഇവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. അവിടുത്തെ ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി? അതാണ് എന്റെ ചോദ്യം. പിന്നെ സമാനമായി ഞാൻ ചോദിക്കട്ടെ, സംഘടനാപരമായി പിന്തുണ കുറ്റവാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷേ അതിന്റെ മോട്ടീവ് ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് അല്ല എന്ന് സംഘടനാപരമായിട്ടുള്ള പിന്തുണ മാത്രമല്ല ശ്രീ അരുൺകുമാർ, സംഘടനാപരമായിട്ടുള്ള ഒരു പിന്തുണ മാത്രമല്ല അങ്ങനെ ലഘൂകരിക്കുന്നത് ശരിയല്ല. ഞാൻ സഹായം ചെയ്യുന്നതിലുമാണ് അത് രണ്ടും വ്യത്യാസമാണ്. അലോഷ്യസ് ഇവരൊരൊറ്റ കാര്യം നേരത്തെ ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ അലോഷ്യസ് ഇവർ? സിംഗിൾ ക്വസ്റ്റ്യൻ അവസരം തരൂ, പറഞ്ഞോളൂ. എനിക്ക് പൂർത്തീകരിക്കാൻ, ഞാൻ അതിലേക്കാണ് വരുന്നത് ശ്രീ അരുൺകുമാർ. ആ വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഇത് കുറ്റകൃത്യത്തിന് ശേഷം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവചം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കവചം കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ കുറ്റകൃത്യം ചെയ്തതാരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, വലിയ രീതിയിലേക്കുള്ള മർദ്ദനങ്ങൾക്ക് സിദ്ധാർത്ഥന് ഇരയായി, വലിയ റാഗിങ്ങിന് ഇരയായി, വലിയ കുറ്റവിചാരണ നടത്തി, കുന്നിന് മുകളിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കുറ്റവിചാരണ നടത്തി, അതിനുശേഷം ആ റൂമിന്റെ അകത്ത് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഞാൻ ചോദിക്കുന്നത്, എന്റെ പോയിന്റിലേക്ക് ശ്രദ്ധിക്കൂ ശ്രീ അരുൺകുമാർ. പക്ഷെ ഞാൻ ചോദിക്കുന്ന പോയിന്റിലേക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും അതിനൊരു മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് SFIയുടെ പ്രവർത്തകർ 3-4 പ്രവർത്തകരെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രവർത്തകരാകട്ടെ, അവർക്ക് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യാൻ SFI എന്ന് പറയുന്ന സംഘടന നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തെയാണ് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞത്. ഈ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടായ വിഷയങ്ങളെ വെച്ചിട്ട് അത് ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. വാസ്തവമാണ് അലോഷ്യസ് ഇവർ. അതിനെ ആർഷോ നിഷേധിച്ചാലും അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്വഭാവം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിശദമായി ചർച്ച ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അവർ സമ്മതിച്ചു, അവർ തള്ളിപ്പറഞ്ഞു. അലോഷ്യസ് ഇവർ KSUവിന്റെ നിലപാടെന്താ നിഖിൽ പൈലി വിഷയത്തിൽ? ശ്രീ അരുൺകുമാർ, ഒരു കാര്യം കൂടി. അല്ല അരുൺകുമാർ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളുടെ നിലപാടുകൾ ചാനലുകളുടെ മുൻപിലും എല്ലാം പറഞ്ഞതാണ്. ഇതിന്റെ തുടക്കഘട്ടങ്ങളിൽ ഈ നിഖിൽ പൈലിയുടെ വിഷയമായിട്ട് നിരന്തരം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എന്താണ് ആ ക്യാമ്പസിലുണ്ടായത്? ആ ക്യാമ്പസിൽ അത്തരത്തിലേക്ക് ഒരു ആക്രമണത്തിലേക്ക് ഉണ്ടായപ്പോൾ SFIക്ക് അപ്രമാദിത്യമുള്ള ഒരു ക്യാമ്പസിൽ നിരന്തരം KSUവിനെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ നിരന്തരമായിട്ട് ഇവർ വേട്ടയാടുന്നു, കായികമായി കൈകാര്യം ചെയ്യുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ വലിയ കൂട്ടമായിട്ട് വന്നിട്ട് അവരെ മർദ്ദിക്കുന്നു. ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയട്ടെ ശ്രീ അരുൺകുമാർ, എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. അത്തരത്തിലേക്ക് ഒരു സാഹചര്യങ്ങളിലേക്ക് വരുന്നു. ഈ നിഖിൽ പൈലി എന്ന് പറയുന്ന ആളുകളും KSUവിന്റെ 1-2 ആളുകൾ അതിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ ദിവസങ്ങളായി ഇവിടെ അന്വേഷണ റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഇവർ പറയുന്നു, നിഖിൽ പൈലി ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ, ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കടാര കുത്തി ഇറക്കി എന്ന് പറയുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ആസ്പദമായിട്ടുള്ള ആ ഒരു തെളിവ്, കുത്തി എന്ന് പറയപ്പെടുന്ന ഒരു കത്തി പോലും ഇവിടുത്തെ സർക്കാരിന് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ക്ലിയറാണ്. തീർച്ചയായിട്ടും അല്ല, എന്ത് പൊള്ളത്തരമാണ് ഇവർ പറയുന്നതെന്ന് പറയണല്ലോ. നാളെ ഇവർ പറയും ധീരജ് കൊല്ലപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറയും. ഈ നാടിനകത്ത് കൊലയാളികളെ മാലായിട്ട് സ്വീകരിക്കുകയും അവിടെ ഡാൻസ് കളിച്ചതിന്റെ പേരിലല്ല, മറ്റൊരു വിഷയത്തിന്റെ പുറത്താണ് സംഘടന ഉണ്ടായതെന്നാണ്. താങ്കൾക്ക് വിശദീകരിക്കാനുണ്ടാവും. എനിക്ക് 1 മിനിറ്റ് സമയമേ ബാക്കിയുള്ളൂ. ശ്രീ സുഭാഷ് ബാബു. അതല്ല, ഞാൻ ഈ ക്രൈം ബ്രാഞ്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ആ ഒരു ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ അങ്ങനെയുള്ള പ്രതിപാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ട്രയൽ ടൈം വരെ കാത്തിരിക്കണം. ഇപ്പോൾ കേസിൻ്റെ ട്രയൽ വരുമ്പോൾ ഇതിലെ സാക്ഷികൾ അവിടെ വന്ന് മൊഴി കൊടുക്കുന്ന അവസരത്തിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന വിഷയങ്ങളും പല ഈ സംഘടനയുടെ പേരുമൊക്കെ അവിടുത്തെ പ്രതിപാദ്യ വിഷയമായിട്ട് വന്നിരിക്കും. ശരി, ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഘടന അതുപോലെ തന്നെ കമ്മീഷനല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതുണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കുറ്റകൃത്യത്തിന്റെ മോട്ടീവ് അല്ലല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ രാഷ്ട്രീയമായ കാരണങ്ങളില്ല എന്നത് കമ്മീഷൻ അംഗീകരിച്ചതാണ്. വാലന്റൈൻസ് ഡേയിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് ഞാനും തന്നെ വിശദീകരിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുരേഷ് ബാബുവും ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ ട്രയൽ വരട്ടെ. പ്രാഥമിക കുറ്റപത്രമാണല്ലോ CBI സമർപ്പിച്ചിരിക്കുന്നത്. നന്ദി ആർഷോ, നന്ദി അലോഷ്യസ് ഇവർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം സുരേഷ് ബാബു, ഒപ്പം സിദ്ധാർത്ഥന്റെ അച്ഛനും നന്ദി.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിമിഷവും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കർണാടകയിൽ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനന് വേണ്ടിയാണ്. അർജുൻ ജീവനോടെ തിരികെ വരും എന്ന് നമ്മൾ ഇപ്പോഴും കരുതുന്നു. അപകടത്തിൽപ്പെട്ട അർജുൻ ഓടിച്ചിരുന്നത് ഭാരത് ബെൻസിന്റെ വാഹനമാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ വിപണിക്കായി ജർമ്മൻ വാണിജ്യ വാഹന നിർമ്മാതാക്കളായ ഡെയ്ലർ AG വികസിപ്പിച്ച ബ്രാൻഡാണ് ഭാരത് ബെൻസ്. ഈ ഭാരത് ബെൻസിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഭാരത് ബെൻസ് അപകടത്തിൽപ്പെട്ടാൽ സുരക്ഷ നൽകുന്നത് എന്തൊക്കെയായിരിക്കും? വിനേഷ് കുജിരാമൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് കണ്ടു.